ക്രിസ്തുവിനെ അനുഗമിക്കുന്ന മനുഷ്യരാണ്. ഈ കാലം അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയാണ്. എല്ലാവരും ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് അസീസി മാത്രം പറഞ്ഞൊരു കാര്യമുണ്ട്: ഐ ഫോളോ ദ പുവർ ഹംബിൾ ക്രൂസിഫൈഡ് ക്രൈസ്റ്റ്. ഞാൻ ദരിദ്രനും വിനീതനും ക്രൂശിതനുമായ ക്രിസ്തുവിനെ അനുഗമിക്കുന്നു. അപ്പൊ ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ ആ ക്രിസ്തു ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അനുഗമിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തില് ക്രിസ്തു കടന്നുപോയ വഴികളിലൂടെ അവസാനം കുരിശിൽ ചെന്നാണ് ഈ ഭൂമിയിൽ ക്രിസ്തു അവസാനിക്കുന്നത്. ഈ ഭൂമിയിൽ ആ കുരിശിൽ നിന്നാണ് ക്രിസ്തു ഉയർത്തുന്നത്. ആ കുരിശോളം നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കാനുള്ള വിളിയുണ്ട്. എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ അനുഗമിച്ചാൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും എന്നൊക്കെ ഉള്ളൊരു നെഗറ്റീവ് ചിന്തയിലേക്ക് പോകാനല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായും കഷ്ടപ്പാടുകളുണ്ട്. പക്ഷേ ആ കഷ്ടപ്പാടുകളിലൂടെ എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിലേക്ക് എത്തുന്നത്? കുരിശിൽ കള്ളനും മരിച്ചു, ക്രിസ്തുവും മരിച്ചു. നിങ്ങളുടെ കുരിശുകളെ വിശുദ്ധമാക്കിയാൽ, സ്നേഹനിർഭരമാക്കിയാൽ അത് ക്രിസ്തുവിലേക്ക് വളർത്താം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയായാലും സങ്കടങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതിനെ ക്രിസ്തുവിലേക്ക് എങ്ങനെ എത്തിക്കാം? അതിനുള്ള സ്നേഹം നമ്മുടെ കുരിശിൽ ചാലിക്കുക, അതിനുള്ള വിശുദ്ധി നമ്മുടെ ജീവിതത്തെ പൂർണ്ണമാക്കുക. അങ്ങനെ നമ്മുടെ കുരിശുകളെ വിശുദ്ധമാക്കുക എന്നാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ ഒരാൾ ചോദിക്കുകയാണ്, അയാൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഇതൊക്കെ ഇഷ്ടങ്ങളാണ്. പക്ഷെ അയാൾ ചോദിക്കുകയാണ്, എൻ്റെ വീട്ടിൽ രോഗിയായ മാതാപിതാക്കളെ നോക്കാൻ ഞാൻ മാത്രം എന്തിനിങ്ങനെ കഷ്ടപ്പെടും? വേറെയും മക്കളുണ്ട്. അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ രോഗിയായി? അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കഷ്ടപ്പാടുകൾ അനുഭവിച്ച് ഞാൻ പിന്നെയും മുമ്പോട്ട് പോകുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ബൈബിൾ വായിക്കുന്നു, എന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകൾ ഒഴിയുന്നില്ല? ഇങ്ങനെ നിങ്ങൾ ചോദിച്ചാൽ ക്രിസ്തുവിന് പറയാൻ മനോഹരമായൊരു ഉത്തരം അവന്റെ കയ്യിലുണ്ട്. പക്ഷേ അത് നമ്മൾ സ്വീകരിക്കാൻ, ആ ഉത്തരം സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ നമ്മൾ അവന്റെ മാർഗത്തിലാണ്. എന്താണ് ആ ഉത്തരം? നിന്റെ കഷ്ടപ്പാടുകൾ എണ്ണി എണ്ണി പറയുമ്പോൾ ഈശോ പറയും, നീ ഇനിയും വേദനിക്കണം, നീ ഇനിയും കഷ്ടപ്പെടണം, നീ ഇനിയും സഹിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി. കാരണം നീയാണ് നിന്റെ വീട്ടിലെ ക്രിസ്തു. ഓരോ വീടിനും ഒരു ക്രിസ്തു ആവശ്യമാണ്. നിനക്കാകാമോ നിന്റെ വീട്ടിലെ ക്രിസ്തു? നന്ദി.